ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോ ഹോണ്ട പാഷൻ പ്ലസ് എന്ന വണ്ടി. അതിൻ്റെ നിലവിലെ ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ വന്ന, അതായത് ഗിയറിൻ്റെ ഷാഫ്റ്റ് കംപ്ലൈൻ്റ് ആയിട്ട് അത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എഞ്ചിൻ ഭാഗം അഴിച്ചാണ്. അത് ക്ലിയർ ചെയ്യുന്നുണ്ട്. അത് കൂടാതെ കൊണ്ട് നമുക്ക് 1-2 വയർ വർക്കുകളുണ്ട്. ഫ്രണ്ട് ബ്രേക്ക് ജാം ആവുന്നൊരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് ക്യാമൊക്കെ ചെറിയ ടൈറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ട് ലൈനർ കിടക്കുന്നത് ശരിക്കും ഹീറോൻ്റെ കമ്പനി ലൈനറാണ്. പക്ഷേ അത് ശരിക്കും അലോയ് വീലിൻ്റെ ലൈനർ അല്ലത്. അലോയ് വീലിന് വന്നത് മോഡൽ വ്യത്യാസമുണ്ട്. ഇത് സ്പോക്ക് വീലിൻ്റെ ഹബിന് മാച്ചാവുന്ന ടൈപ്പ് ലൈനറാണ്. കമ്പനി ലൈനറാണ്, അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് തൽക്കാലം അത് ക്ലീൻ ചെയ്തിട്ട് തൽക്കാലം അത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജാമിങ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലേക്ക് ആയിക്കോളും, കുഴപ്പമില്ല. ബ്രേക്ക് ഒരു സ്മൂത്ത്നെസ് കുറവുണ്ടാവുന്നുള്ളൂ. അത് ശരിക്കും ഈ ലൈനർ, ഈ മോഡൽ ലൈനർ ആയതുകൊണ്ടാണ് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിലെ ഭാഗവും നമ്മൾ അഴിച്ചു നോക്കണുണ്ട്. ബ്രേക്ക് ലൈനർ, ചെയിൻ സ്പോക്കറിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചിട്ടുണ്ട്. ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ ഈ പറഞ്ഞ രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ തീർന്നിട്ടുണ്ട്. ബാക്കിലത്തെ തീർന്നേക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹബ്ബും കംപ്ലൈൻ്റ് ഉണ്ട്. ഹബ്ബിൻ്റെ ഈ ലൈനർ വന്ന് പിടിക്കുന്ന ഭാഗം കണ്ടോ, ശരിക്കും ചാല് പോലെ, ഹബ്ബിനകത്ത് സ്ക്രാച്ച് വന്നിട്ട് ചാല് പോലെ രീതിയിലേക്ക് അയക്കാണ്. ശരിക്കും ഇത് ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ പക്ക ക്ലിയർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലെയ്ത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഹബ്ബിൻ്റെ സ്ലീവ് മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അത് ചെയ്തു വരുമ്പോൾ നമുക്ക് താമസം വരും. ഏകദേശം നമുക്കൊരു 1000-1500 രൂപ അടുത്ത് കോസ്റ്റും ചിലവും വന്ന കേസാണിത്. അപ്പോൾ തൽക്കാലം നമ്മളത് ക്ലീനിങ് ഒക്കെ നടത്തിയതിന് ശേഷം ബ്രേക്ക് ലൈനർ മാത്രം മാറ്റിയിട്ട് അലോയ് വീലിൻ്റെ ലൈനർ തന്നെ ഇടാം. കാരണം ഇതുമ്പോൾ കിടക്കുന്നത് മറ്റേ കമ്പനി ലൈനറാണെങ്കിലും സ്പോക്ക് വീലിൻ്റെ ടൈപ്പ്. ഇതിന് വില കുറവാണ്. കമ്പനി ഐറ്റം മോഡൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ മോഡൽ വണ്ടിയുടെ ഏകദേശം ഒരു 280 രൂപയ്ക്ക് എടുത്ത് നമുക്ക് ലൈനർ മാത്രം വരും. അപ്പോൾ അതാണ് ശരിക്കും നമ്മൾ യൂസ് ചെയ്യേണ്ടത് കേട്ടോ. കാരണം എന്ന് വെച്ചപ്പോൾ നമ്മളെന്തെങ്കിലും അതാണ് സെറ്റ് ചെയ്യണത്, കമ്പനി ജെനുവിൻ പാർട്സ് യൂസ് ചെയ്യണം. അപ്പോൾ അത് സെറ്റ് ചെയ്ത് കേട്ടാൽ പിന്നെ അതേപോലെ തന്നെ ചെയിൻ സ്പോക്കറ്റുകളൊക്കെ മാറുന്നുണ്ട്. ചെയിൻ സ്പോക്കറ്റും കംപ്ലൈൻ്റ് ആണ്, അത് മാറുന്നുണ്ട്. വീലിൻ്റെ റബ്ബറൊക്കെ മാറ്റിയിട്ട് നമ്മൾ റീസെറ്റ് ചെയ്യുന്നുണ്ട്. എഞ്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് അതിൻ്റെ ഗിയറിൻ്റെ സെലക്ടർ ഷാഫ്റ്റ്, നമ്മൾ ഗിയർ സ്പ്രിൻഡിൽ ഷാഫ്റ്റ് എന്ന് പറയാം. ഈ ഷാഫ്റ്റ് ഇപ്പോൾ പുതിയത് സെറ്റ് ചെയ്തതാണ്. ഇതാണ് നമ്മൾ മാറ്റിയായിരുന്ന ഷാഫ്റ്റ്. അപ്പോൾ അത് മാറ്റി നമ്മൾ റീസെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അതിന് ആവശ്യമായിട്ട് വന്ന പാർട്സുകളുടെ ഇതൊക്കെയാണത്. നിലവിൽ അതിൻ്റെ ക്ലച്ചിൻ്റെ കേബിൾ ഔട്ടർ പൊട്ടിയിരിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ കൂട്ടത്തിൽ മാറുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ക്ലച്ച് കവർ, ഗ്യാസ്കറ്റ്, അതിനോടനുബന്ധിച്ച് വന്ന സാധനങ്ങളൊക്കെ ആ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചുകൊണ്ട് നമുക്കത് ചെയ്യേണ്ടതാണ് കേട്ടോ. പിന്നെ ചെയിൻ സ്പോക്കറ്റ് മാറുന്നുണ്ട്. ചെയിൻ സ്പോക്കറ്റിൻ്റെ റേറ്റ് നമുക്ക് 740 രൂപ ചെയിൻ സ്പോക്കറ്റ് വരുന്നുണ്ട്. വീലിൻ്റെ റബ്ബർ, ബ്രേക്ക് ഷൂ, ഇൻഡിക്കേറ്റർ നമ്മൾ ഫ്രണ്ടിലത്തേക്ക് നമുക്ക് പാഷൻ പ്രോൻ്റെ ടൈപ്പ് പുതിയ മോഡൽ കമ്പനി സാധനമാണ് യൂസ് ചെയ്യണം കേട്ടോ. നമുക്കിപ്പോൾ അതും ഇരിക്കണ മോഡൽ ശരിക്കും പറഞ്ഞാൽ ആ ഐറ്റം പാർട്സ് ബ്ലോക്ക് ആയതുകൊണ്ട് നമുക്ക് കമ്പനി ഒറിജിനൽ പാർട്സ് മേടിക്കാൻ കിട്ടില്ല. കാരണം അത് കുറഞ്ഞ സാധനമാണ് കിട്ടുള്ളൂ. അത് വെച്ചാലും പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന സംഭവമാണ്. നമ്മുടെ അടുത്ത് ആണെങ്കിൽ ഐറ്റം ഇല്ല, നമ്മുടെ ജെനുവിൻ പാർട്സുകൾ മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ നിലവിൽ ഫ്രണ്ടിലത്തെ നമ്മൾ ഇതിനകത്തേക്ക് കൺവേർട്ട് ചെയ്തതാണ്. പിന്നീട് ഡാമേജ് വന്ന സമയത്ത് ബാക്കിലും കമ്പനി ആയിട്ട് മേടിച്ച് വെച്ചാൽ ഭാഗം ഓക്കെ ആയി പോകും. അപ്പോൾ ഇത്ര കേസ് നമ്മൾ മെയിനായിട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റും കൂടി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടാൽ കേട്ടോ. നമ്മൾ അപ്രോക്സിമേറ്റ് നമുക്ക് എത്ര വരുമെന്ന് ഏകദേശം ഒരു കാൽക്കുലേഷൻ വേണമല്ലോ. അതും പ്രകാരം നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം. ഓക്കെ, എന്തെങ്കിലും വൈകുന്നേരത്തേക്ക് വണ്ടി എടുക്കാവുന്ന രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ.